ചേച്ചിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു പ്രഥമ പുരുഷനുണ്ട്, പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരാള്. ഇലക്ഷന്റെ സമയത്ത് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ 15 വർഷത്തിനുള്ളിൽ ഇന്നേ വരെ ഒരു കാര്യം നടത്തിയിട്ടില്ല. 50 വരയ്ക്ക് പെട്രോൾ വരാന്ന് പറഞ്ഞാൽ അത് ഇനി നടക്കത്തുമില്ല, ഇതുവരെ നടന്നിട്ടില്ല, ഇനി ജന്മത്ത് അത് നടക്കാനും പോകുന്നില്ല. പിന്നെ പറഞ്ഞ് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം തരും, 15 ലക്ഷം തരും, എല്ലാ സ്ത്രീകൾക്കും എന്താ പറയാ ദാരിദ്ര്യമുക്തമാക്കും, എല്ലാ സ്ത്രീകൾക്കും അക്കൗണ്ടിലേക്ക് പൈസ അയക്കും. കിട്ടിയവരാരെങ്കിലും ഉണ്ടോ? ഈ ചേച്ചിമാർക്ക് കിട്ടിയൊന്നും എനിക്കറിയത്തില്ല. ഈ ചോദ്യം അവിടെ ചോദിക്കണം. ധൈര്യം ഉണ്ടോ? നിങ്ങൾ ഈ കുറെ പേര് സംഘടിച്ച് അവിടെ നേരെ ഇവിടെ ഡൽഹിയിൽ വന്നിട്ട് ഇവിടെ ധൈര്യം ഉണ്ടോ ഇവിടെ നിന്ന് സമരം ചെയ്യാൻ? ഞങ്ങളോട് ഇലക്ഷൻ സമയത്ത് നിങ്ങൾ കയറുന്ന സമയത്ത് പറഞ്ഞ വാക്ക് പാലിച്ചു അല്ലെ, എവിടെ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഉണ്ടോ? ജീവിക്കുന്ന എല്ലാവരും അല്ലേ? പല പാർട്ടിക്കാരാണെങ്കിലും ജീവിക്കുന്നതും ആനുകൂല്യങ്ങൾ നേരിടുന്ന കൈപ്പറ്റുന്നതും എല്ലാവരും ഒരുപോലെ അല്ലേ? അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഓർഡിനറി ബസ്സുകളിൽ, പ്രത്യേകിച്ച് പ്രിയദർശിനി എന്ന് എഴുതിയേക്കുന്ന ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യമെന്ന്. പിന്നെ മനഃപൂർവ്വം ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രഹസനം കാണിക്കരുത്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് പ്രധാനമന്ത്രിയോട് ചോദിക്കും, ഞങ്ങളോട് പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ എവിടെയെന്ന് ചോദിക്കേ. അതിന് പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ പ്രഹസനം കാണിക്കരുത്. ആ യാത്രക്കാരെ വെറുതെ ബുദ്ധിമുട്ടിച്ച് എന്തിനാണ്?